ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം എന്നും ഉയർന്നിരിക്കട്ടെ. ആ അത്ഭുത നാമം, ആ സ്നേഹം നിറഞ്ഞ നാമം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന നാമം, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമം, ആ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെയില്ല. കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നാം മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോഴെല്ലാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രങ്ങളും അദ്ദേഹം ചെയ്ത വീര്യപ്രവൃത്തികളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഫിലിപ്പ് രാജാവ്. ഫിലിപ്പ് രാജാവ് കുതിരപ്രേമിയായിരുന്നു. കുതിരകൾ, നല്ല കുതിരകൾ എവിടെ കിട്ടിയാലും അദ്ദേഹം വാങ്ങിക്കൂട്ടും, കുതിര സവാരി ചെയ്യും. അങ്ങനെ കുതിരയോട് ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു ഫിലിപ്പ് രാജാവ്. ഒരിക്കൽ ഫിലിപ്പ് രാജാവിൻ്റെ അടുക്കൽ ഒരു കുതിര വ്യാപാരി നല്ല ഒരു ഇളയ കുതിരയെ, നല്ല കരുത്തും നല്ല ആകാര സൗഷ്ഠവും നല്ല ഭംഗിയുമുള്ളതായ ഒരു കുതിരയെ, നല്ല ആരോഗ്യമുള്ളൊരു കുതിരയെ കൊണ്ടുവന്നു. ഫിലിപ്പ് രാജാവിന് ആ കുതിരയെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. അദ്ദേഹം കുതിരാലയത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഈ കുതിരയെ ഒന്ന് പരിശോധിച്ച് ഒരു ചെറിയ സവാരിയൊക്കെ നടത്തി ഈ കുതിരയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് പരിശോധിച്ച് അത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ സ്വത്താക്കി അതിന് തീർക്കണം. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ കുതിരലായത്തിലെ പ്രധാനി ഈ കുതിരയെ പരീക്ഷിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടി. സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കെട്ടിയിട്ടിട്ട് അദ്ദേഹം ഈ കുതിരയെ പരിശോധിക്കാനായിട്ടും ആ കുതിരയുടെ പിൻഭാഗത്തൂടെ എല്ലാം നടന്ന് ചെന്നു. പക്ഷെ പെട്ടെന്ന് ഈ കുതിര ആ പ്രധാനിയെ പെട്ടെന്ന് തൊഴിച്ചിട്ടു. അയ്യോ, രാജാവ് കണ്ടുകൊണ്ടിരിക്കുക. ഫിലിപ്പ് രാജാവുണ്ട്, മകനായ അലക്സാണ്ടർ ചക്രവർത്തി, 12 വയസ്സേ ഉള്ളൂ അപ്പോൾ അലക്സാണ്ടറുണ്ട്. അങ്ങനെ പല പ്രധാനികളും ഉണ്ട് അവിടെ. അവർക്ക് അത്ഭുതമായി. ഒരുപക്ഷെ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുതിര അങ്ങനെ ചെയ്തതായിരിക്കുമെന്ന് അവർ കരുതി. മാറി പലരും ഈ കുതിരയെ ഒന്ന് മെരുക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ കുതിര എല്ലാവരെയും തൊഴിച്ചിട്ടു. ഉടനെ രാജാവ് ചിന്തിച്ചു, ഇങ്ങനെയുള്ള ഒരു കുതിരയെ ഞാൻ വാങ്ങിക്കുകയോ? ആ കുതിരയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, വേണ്ട, ഇങ്ങനെയൊരു കുതിര എനിക്ക് വേണ്ട, അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കൊച്ചലക്സാണ്ടർ 12 വയസ്സുള്ള അലക്സാണ്ടർ പറഞ്ഞു, അവൻ്റെ സ്വന്തം അപ്പനായ ഫിലിപ്പ് രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ കുതിരയെ ഒന്ന് പരീക്ഷിച്ചു കൊള്ളട്ടെ. രാജാവ് പറഞ്ഞു, ഇത്രയും പേര് പരീക്ഷിച്ചിട്ടും നടക്കാത്തത് നിനക്ക് പരീക്ഷിക്കണമെന്നുണ്ടോ? ചെയ്തോളൂ. അലക്സാണ്ടർ എന്ത് ചെയ്തെന്നറിയാമോ? ആ കുതിരയുടെ പിൻഭാഗത്തുകൂടി ചെല്ലാതെ കുതിരയുടെ മുൻഭാഗത്തുകൂടി കുതിരയെ ഫേസ് ടു ഫേസ് ആയിട്ട് കുതിരയുടെ അടുക്കൽ ചെന്നു. കുതിരയെ തലോടി. ഒരു കുഴപ്പമില്ല. കുതിരയെ അദ്ദേഹം ആ മുൻഭാഗത്തൂടി ചെന്ന് കുതിര നിന്ന പൊസിഷനിൽ നിന്നും തിരിച്ചു നിർത്തി. അലക്സാണ്ടർ ആ കുതിരപ്പുറത്ത് കയറി കുതിര സവാരി ചെയ്തു. നല്ലൊരു കുതിര, നല്ല കഴിവും നല്ല പ്രാപ്തിയും നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള കുതിര. ആ കുതിരയെ സവാരി ചെയ്തു ഫിലിപ്പ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഫിലിപ്പ് രാജാവ് ചോദിച്ചു, അലക്സാണ്ടറെ, നീ എന്താ ഇത് ചെയ്തത്? നിന്നോടെന്താ ഇത്ര മെരുക്കം ഈ കുതിരയ്ക്ക്? അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ മറ്റൊന്നും ചെയ്തില്ല. ഈ കുതിരയെ ഇതുവരെ നിർത്തിയിരുന്നത് പ്രഭാത സൂര്യന് മുഖം തിരിച്ചാണ്. കുതിരയുടെ പിൻഭാഗം സൂര്യന് അഭിമുഖമായി നിർത്തിക്കൊണ്ടാണ് കുതിരയെ നിർത്തിയത്. തന്മൂലം കുതിരയുടെ നിഴൽ അതിന് മുന്നിലുണ്ടായിരുന്നു. മാത്രമല്ല, ഒരാൾ പിന്നിലൂടെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിഴലും കുതിരയുടെ അടുക്കിലേക്ക് ഇങ്ങനെ നിഴൽ മാറി പോകും. ഇത് കണ്ടിട്ടാണ് കുതിര പേടിച്ചത്. മാത്രമല്ല, കുതിര മുന്നോട്ട് പോകാൻ ഭയപ്പെട്ടത് തൻ്റെ നിഴൽ മുന്നിൽ കണ്ടതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയ നല്ല മിടുക്കനായ ബുദ്ധിമാനായ അലക്സാണ്ടർ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ
ആ കുതിര ആ യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനിടയായി. ഞാനത് ഒരു സ്ഥലത്ത് വായിച്ച് മനസ്സിലാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കരുത്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്. നാം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിന്നാൽ നമ്മിലൂടെ വെളിപ്പെടേണ്ടതായ കഴിവുകളും പ്രാപ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. നാം ദൈവത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കരുത്, ദൈവത്തോട് മുഖാമുഖമായി നിൽക്കണം, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുകയുള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുകയുള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരീരം കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്ന കാര്യമല്ല, ഹൃദയം കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട് ദൈവത്തോട് പുറംതിരിഞ്ഞ് നാം നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ കുതിരയുടെ മുഴുവൻ കഴിവും പ്രയോജനപ്പെടുത്താൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞത് കുതിരയുടെ പൊസിഷൻ മാറ്റി, എബൌട്ട് ടേൺ തിരിഞ്ഞു. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ അനേകം പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ആകുലങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ടെൻഷൻ അടിച്ച് വലഞ്ഞ് സമാധാനമില്ലാതെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ എവിടെയെല്ലാം ദൈവത്തിനെതിരായി നിൽക്കുന്നുണ്ട്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവവചനം നിങ്ങൾക്ക് തന്ന ദൈവത്തിൻ്റെ വചനം, ഈ ബൈബിളിനെതിരായി നിങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് മാറ്റൂ പ്രിയരെ. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തെ സ്നേഹിക്കും, ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയുടെ വചനം പ്രമാണിക്കും. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അത് അപ്പാടെ ഞാൻ അനുസരിക്കും. എൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയില്ല. ഞാൻ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുമെന്ന് നിങ്ങൾ ഒരു സമർപ്പണം എടുത്തിട്ട് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു നോക്കൂ. കാണാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ സാധാരണ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ കേവലം ഈ ഭൗതികമായ അത്ഭുതങ്ങളിൽ മാത്രമല്ല പ്രിയരെ, അതുണ്ട്. പക്ഷെ ആത്മീയമായ അത്ഭുതങ്ങൾ നൂറുകണക്കിനുണ്ട്. ആത്മീയമായ അത്ഭുതം, ഒരു ക്യാൻസർ മാറുന്നതിലും വലുതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറുക എന്നുള്ളത്. കർത്താവിൻ്റെ സ്തോത്രം. ഏതോ സമയത്ത് ശരീരത്തിലേക്ക് പിടിപെട്ടതായ ക്യാൻസർ, അത് മാറ്റാൻ ഒരിക്കൽ മെഡിക്കൽ സയൻസ് കഴിയും, മരുന്നിന് കഴിയും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കഴിയും. എന്നാൽ അതിലും എത്രയോ വലുതാണ് ജനിച്ച കാലം മുതൽ പാരമ്പര്യമായി അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിൽ നിന്നും മക്കളിലേക്ക് അടിഞ്ഞുകൂടിയതായ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അത് മാറിക്കിട്ടുക എന്നുള്ളത്. അത് ദൈവത്തിന് മാത്രമേ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ക്യാൻസർ മാറുന്നതിലും ചില രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നതിലും വലുതാണ് നമ്മുടെ സ്വഭാവം മാറുക എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ സ്വഭാവം മാറും. എങ്ങനെ മാറും? ക്രിസ്തുവിലേക്ക് തിരിയുക. യിരെമ്യാ പ്രവചനത്തിലൊരു ഒരു വാക്യമുണ്ട്, കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? വേദപുസ്തകത്തിലൊരു വലിയ ചോദ്യമാണ്. കൂശ്യൻ, നീഗ്രോ വംശത്തിൽ പിറന്നയാള്, അവൻ്റെ തൊലിയും അവൻ്റെ പ്രകൃതവും അവൻ്റെ ആകൃതിയെല്ലാം വർഷങ്ങളായി പാരമ്പര്യം പ്രകാരം ഉള്ളതാണ്. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. കൂശ്യന് തൻ്റെ ത്വക്ക്, അവൻ്റെ ത്വക്ക് കറുകറുത്തതാണ്, അത് മാറ്റാൻ കഴിയുകയില്ല. കൂശ്യന് തൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയില്ല. പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളി മാറ്റാൻ കഴിയില്ല. കാരണം ജനിക്കുമ്പോൾ ആ കൊച്ച് കുഞ്ഞിന് പോലും ആ പുള്ളിയോടുകൂടിയാണ് അവൻ ജനിക്കുന്നത്. പുള്ളിപ്പുലിക്ക് അതിൻ്റെ ത്വക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ ദോഷം മാത്രം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ദോഷം മാത്രമാണ് മനുഷ്യനിൽ ഉള്ളത്. എന്നാൽ ദോഷം മാത്രം ചെയ്യാൻ ശീലിച്ച മനുഷ്യനിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവന് നന്മ ചെയ്യാൻ കഴിയും. അതിൻ്റെ പേരാണ് കൃപ എന്ന്, അതിൻ്റെ പേരാണ് ദൈവശക്തി എന്ന്. അതിന് സാധിക്കുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണ എന്നുള്ളത്. നമുക്ക് സ്വയമേവ ഒരു നന്മ ചെയ്യാൻ കഴിയുകയില്ല. സ്വയമേവ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് പാപങ്ങളാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ജീവനുള്ള ക്രിസ്തു വന്ന് വാഴുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുന്നു. അതാണ് സ്വഭാവ മാറ്റം. നിങ്ങളുടെ സ്വഭാവം മാറിയോ? പഴയ കോപം മാറിയോ? പഴയ അശുദ്ധ ചിന്തകൾ മാറിയോ? പഴയ അഹങ്കാരം മാറിയോ? പഴയ ലോകസ്നേഹം മാറിയോ? പഴയ പണം ഉണ്ടാക്കണം എന്ന് മാത്രമുള്ള ചിന്ത മാറിയോ? പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ലാതെ കഴിയുന്ന ആ പ്രകൃതം മാറിയോ? കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ആ പ്രകൃതം മാറിയോ?
ഇങ്ങനെ എന്തെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്ന് വെളിവാകുന്നു. ഇങ്ങനെയുള്ള പ്രകൃതങ്ങൾ മാറിയോ പ്രിയരെ? ഒരുപക്ഷെ ഈ പ്രകൃതം എല്ലാം കൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. എന്നാൽ ആദാമ്യ വംശത്തിന്റെ ശാപത്തിന്റെ അടിമയായി ജനിച്ച ഒരു ശിശു, ആ ശിശു യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം കൊടുക്കുമ്പോൾ ശിശുവിന് പറ്റുകയില്ലല്ലോ. ആ ശിശു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവും പ്രാപ്തിയുമെല്ലാം ആയിക്കഴിയുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വ്യക്തിപരമായി അറിഞ്ഞും അനുഭവിച്ചും അതിൻ്റെ ശേഷം അവൻ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിക്കുമ്പോഴാണ് യഥാർത്ഥമായി രക്ഷ നടക്കുന്നത്. ഞാൻ ഏതെങ്കിലും തർക്കസംഗതിയിലേക്ക് കടക്കുകയല്ല. ഇന്ന് ജനിച്ച ശിശുവിന് അല്ലെങ്കിൽ 30, 40 അല്ലെങ്കിൽ 90 ദിവസമായ ശിശുവിന് എന്തറിയാം? ശിശുവിന് കരയാനറിയാം, ചിരിപ്പിക്കുമ്പോൾ ചിരിക്കാനറിയാം, ഭക്ഷണം കൊടുത്താൽ കഴിക്കാനറിയാം. അത്രമാത്രം പ്രാപ്തിയുള്ള ഒരു കുഞ്ഞെങ്ങനെ രക്ഷിക്കപ്പെടും? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നാം വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കണം. യേശുവിനെ രക്ഷകനെന്നും കർത്താവെന്നും വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ, പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു കൊച്ചിന് എങ്ങനെ വിശ്വാസം വരും? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്താലാണ് വിശ്വാസം വരുന്നത്. അതിന് കേൾക്കണം, കേൾക്കാൻ പ്രായമാകണം. ആ പ്രായമാകുമ്പോൾ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, അത് വിശ്വാസമായി പരിണമിക്കുന്നു. ആ വിശ്വാസം അവൻ്റെ ഉള്ളിൽ സമർപ്പണം കൊണ്ടുവരുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുവാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവം കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, അവൻ അടക്കപ്പെട്ടു, അത് പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വായുകൊണ്ട് ഏറ്റുപറയണം. എങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ രക്ഷ ലഭിക്കാൻ വേദപുസ്തകം പറയുന്ന ചില തത്വങ്ങളുണ്ട്, സത്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യർ പലതും പറയും. എന്ത് ചെയ്താലും രക്ഷ കിട്ടും, ആ കുഞ്ഞിന് വേണ്ടി ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ രക്ഷ കിട്ടും. എൻ്റെ പ്രിയതൊന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതല്ല. വേദപുസ്തകത്തിലുള്ളത് വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. വ്യക്തമായി, വ്യംഗ്യമായിട്ടല്ല, സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വ്യംഗ്യമായ കാര്യങ്ങൾ വളച്ചൊടിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വളരെ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന സത്യങ്ങളെ മറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില കുബുദ്ധികളുണ്ട്. അത് വചനത്തിന് എതിരാണ് പ്രിയരെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്, ദൈവത്തിൻ്റെ മുഖാമുഖമായി നിൽക്കുക. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. കണ്ണുകൊണ്ട് നോക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തെങ്കിലേക്ക് നോക്കുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വിശ്വാസം. ഇതാണ് ദൈവത്തിന് രൂപപ്പെടുക എന്നാൽ, ഇതാണ് ദൈവത്തിൻ്റെ വഴികളോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ, ഈ വചനത്തിൽ എന്തു പറഞ്ഞോ അതൊരു പുള്ളി മാറാതെ അനുസരിക്കണം. ബുദ്ധിയിലല്ല, അറിവിലല്ല, പാരമ്പര്യത്തിലല്ല, ഏതെങ്കിലും മഹാന്മാർ പറഞ്ഞു വെച്ചതിലല്ല. ഈ വചനം ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ തന്നെ വ്യാഖ്യാനിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഗ്രഹിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചത് അനുസരിച്ച് നാം അതുപോലെ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നത്. ഇന്ന് ഈ ദിവസം, ഈ നല്ല സമയം, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാന്യ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോട് എളിമയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വചനമനുസരിക്കൂ, വചനത്തിലേക്ക് വരൂ, വചനമാവുന്ന ക്രിസ്തുവിനെ അനുസരിക്കൂ, വചനപ്രകാരം ജീവിതം ക്രമീകരിക്കൂ. വചനത്തിൽ നിന്നും അണുവിടമാറാതെ വചനം എന്ത് പറയുന്നു അതുപോലെ ഞാൻ ജീവിക്കുമെന്ന് ഒരു സമർപ്പണം നിങ്ങൾ എടുത്താൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങും. ഇന്ന് അതിശയം തുടങ്ങും. ഇന്നൊരു അത്ഭുതത്തിന്റെ ദിവസമായി തീരും. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറും, നിങ്ങളുടെ ചിന്താഗതികൾ മാറും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഹല്ലേലൂയ! ആ മഹാഭാഗ്യമല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരൂ മകനെ, നീ എൻ്റെ വചനത്തിലേക്ക് വരൂ, എങ്കിലേക്ക് വരൂ. നമുക്ക് കർത്താവിലേക്ക് ഓടിച്ചെല്ലാം. ആ കരവലയത്തിൽ നമുക്ക് അമർന്നിരിക്കാം. ആ മാറിൽ നമുക്ക് അഭയം കണ്ടെത്താം. ആ പൊന്നോത്തേക്ക് നോക്കി നമുക്ക് ആശ്വാസം പ്രാപിക്കാം. അതിനിടയാക്കട്ടെ, അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എൻ്റെ കർത്താവിൻ്റെ പൊന്നനാമം മാത്രം മുഖത്തൊടുക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒരു ഗൈഡൻസോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി ഒരു പ്രെയർ വാരിയേഴ്സ് ടീമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായി ഞങ്ങൾക്കൊരു പ്രെയർ ഡെസ്ക് ഉണ്ട്. അതിന് പ്രത്യേക നമ്പറുകളുണ്ട്. ഈ നമ്പറുകളിലെല്ലാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല, നിങ്ങളൊരു 10 പൈസ ഞങ്ങൾക്ക് തരണ്ട, നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല പ്രിയരെ. യേശുക്രിസ്തു ഞങ്ങളെ ഏൽപ്പിച്ച വേല ഞങ്ങൾ വിശ്വസ്തയോട് ചെയ്യാൻ ഞങ്ങൾ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വമെടുക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം.